ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേർപാടിൽ വിരമിക്കുന്നതിൽ സങ്കടമുണ്ട്. കാരണം അവിടെ കൂട്ട് സമൂഹമായിട്ട് ജീവിച്ചു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടൊരു നിലയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷമമുണ്ട് ആ കാര്യത്തിൽ. പിന്നെ ജീവിതത്തിലെ കുടുംബമായിട്ടുള്ള സന്തോഷം ആ ദുഃഖത്തെ മറയ്ക്കുന്നു. കമ്പനിയിലെ ആ ഒരു ജോലി ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊന്ന് വിലയിരുത്താൻ പറ്റും? വിലയിരുത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്താനുണ്ട്. എങ്കിലും ചുരുക്കി പറയാൻ നോക്കാം. കാരണം കൂടുതൽ ഒരു പ്രാധാന്യം ദിവസേന വാക്കുകൾക്ക് കുറച്ചും കൂടി പ്രാധാന്യമുണ്ട്. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയുടെ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽ നമ്മളോടൊപ്പം കമ്പനിയോടൊപ്പം ഉണ്ടായിരുന്ന ആള്. അപ്പൊ ഒരുപാട് ഇപ്പൊ പ്രോസസ്സിനാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ സെക്ഷനിലും വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ 1979 മെയ് മാസം 28-ാം തീയതിയാണ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് കമ്പനിയുടെ ഇനാഗുറേഷൻ നടന്നിരുന്നില്ല. പിന്നീട് ജൂലൈ മാസമാണ് കമ്പനിയുടെ ഇനാഗുറേഷൻ ആയിരുന്നത്. ഇനാഗുറേഷൻ കഴിഞ്ഞ് നമ്മൾ അവിടെ ട്രയൽ പ്രൊഡക്ഷൻ തുടങ്ങി. 28 ടണ്ണെന്ന് തോന്നുന്നു ആരംഭത്തിൽ തുടങ്ങിയ, 2 സീരിയസ് ആയിട്ട് തുടങ്ങിയ പ്രൊഡക്ഷൻ, 5/8 3/8. അവിടുന്ന് പിന്നെ അത് നമ്മൾ ആനുപാതികമായിട്ട് കാലാകാലങ്ങളിൽ ഉയർത്താൻ നോക്കി പ്രൊഡക്ഷൻ. ഇപ്പോൾ 92 ടണ്ണിന്റെ പ്രൊഡക്ഷനിൽ എത്തി നിൽക്കുന്നു ഞാൻ വിരമിക്കുന്ന സമയത്ത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ടിവിറ്റിയിൽ അത്ര ആനുപാതികമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ സാഹചര്യം, ഞാൻ അൺസ്കിൽഡ് വർക്കറായിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത്. പിന്നീട് എനിക്ക് ജോലിയിലുള്ള ആ എക്സ്പീരിയൻസിന്റെയും എല്ലാം അടിസ്ഥാനമാക്കിയിട്ട് സെമി സ്കിൽഡിലേക്ക് പ്രൊമോഷനായി. അന്ന് കാറ്റഗറി അങ്ങനെയായിരുന്നു, ആ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ സെമി സ്കിൽഡായിട്ട് വർക്ക് ചെയ്തതുപോലെ തന്നെ കുറെ കാലം കഴിഞ്ഞു. പിന്നെ വീണ്ടും സ്കിൽഡ് ഓപ്പറേറ്ററായിട്ട് ജോലി പ്രൊമോഷൻ കിട്ടുന്നത്. അങ്ങനെ സ്കിൽഡ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ എഗ്രിമെന്റ് വന്നപ്പോൾ അത് കാറ്റഗറിയുടെ പേരൊക്കെ മാറ്റം വന്നു. കമ്പനിയുടെ പുരോഗതി അനുസരിച്ച് അതിന് സീനിയർ ഓപ്പറേറ്റർ എന്നായി. ആ ഗ്രേഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ള കാറ്റഗറിയിലേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ കുറവായതിന്റെ ഒരു ബേസിക്കില് ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ആക്ടിംഗ് സിസ്റ്റം വന്നത്. ദൈവം സഹായിച്ച് അങ്ങനെയുള്ള ആ ചാർജ്മാന്റെ പോസ്റ്റ് വരെ ഉള്ള ജോലി ലാസ്റ്റ് സമയത്ത് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അത് സന്തോഷമുണ്ട്. കാരണം ക്വാളിഫൈഡ് അല്ലാത്തതിന്റെ ബേസിൽ നിന്ന ആ സാഹചര്യത്തെ മറികടക്കാൻ ആ ആക്ടിംഗ് സിസ്റ്റം എനിക്ക് സഹായകരമായി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അവസാന നിമിഷത്തിൽ ചാർജ്മാന്റെ ജോലിയിൽ നിന്ന് വേറെ ഇപ്പൊ ഒരു 33 വർഷത്തെ ഒരു കമ്പനിയെ കുറിച്ച് ചോദിക്കുന്നത് എന്ന കാര്യം പറഞ്ഞു. അന്ന് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോ ഒരു ഉദാഹരണമായിട്ട് എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ ഒരു വന്നിരിക്കുന്ന ഒരു വ്യത്യാസങ്ങൾ, ആ ഒരു ഇമ്പ്രൂവ്മെന്റ് എന്താണെന്നൊന്ന്. ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അന്ന് നമ്മൾ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഇതായിട്ടുള്ള രീതി, ഒരു അത്ര ഇന്നത്തെ പോലെ അത്ര പ്രൊഫഷണൽ ഇല്ലായിരുന്നു. ട്രീറ്റ്മെന്റ് നമ്മൾ ടാങ്കുകളിൽ കൂടെ കവർ ചെയ്ത് പോയിട്ട് pH മാത്രം മെയിൻ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അന്നൊന്നും അല്പം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അതിന്റെ സിസ്റ്റങ്ങളൊക്കെ ഇത്രയും പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ.
പിന്നീട് വന്ന് നമ്മൾ പൊള്യൂഷന്റെ കാര്യങ്ങൾ വന്ന് അതിന്റെ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശാനുസരണം കൂടുതൽ പുരോഗതിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു തുടങ്ങിയത്. അപ്പോൾ പ്രൊഡക്ഷൻ കൂടിയതിന്റെ അടിസ്ഥാനത്തിലും കൺട്രോൾ ബോർഡിന്റെ നിയന്ത്രണം അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് മെച്ചപ്പെടുത്താൻ തുടങ്ങി. പുതിയ മെക്കനൈസേഷൻ ആവിഷ്കരിച്ചു. അതിന്റെ ഫലമായിട്ട് അവിടെ പുതിയ സിസ്റ്റങ്ങൾ വന്നു. പുതിയ കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്യാൻ തുടങ്ങി. വെള്ളം കൂടുതൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പുഴയിൽ നിന്ന് എടുക്കുന്ന അതേ രീതിയിലേക്ക് തന്നെ പുഴയിലേക്ക് വെള്ളം തിരിച്ചുവിടാവുന്ന അതേ സുഗമമായ പ്രവർത്തനം അവിടെ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കും. അതിന് തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും സഹകരണം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ എഫ്ലുവന്റിന്റെ ട്രീറ്റ്മെന്റ് സുഖമായിട്ട് നടത്തി ആ വെള്ളം വീണ്ടും റീയൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സംവിധാനത്തോടുകൂടിയാണ് ഇപ്പോൾ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് നടക്കുന്നത്. ഒരു 33 വർഷത്തിന് മുൻപ് അല്ലെങ്കിൽ ഏകദേശം ഒരു 10-35 വർഷത്തിനടുത്തായി ഇപ്പൊ ഈ കമ്പനി ഇതൊരു വ്യവസായ മേഖലയല്ല, ഇതൊരു ഗ്രാമാന്തരീക്ഷത്തില് ഒരു വ്യവസായ സ്ഥാപനം വന്നപ്പോ അതില് ഈ ഒരു നാടിനുണ്ടാകുന്ന ഒരു വ്യത്യസ്തത, കാരണം വ്യവസായം ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയില് കുറെ കൂടി നല്ല രീതിയിൽ വിലയിരുത്താൻ പറ്റും. കാരണം അന്ന് ഉള്ള ഒരു ജീവിത സാഹചര്യങ്ങളാണോ അല്ലെങ്കിൽ കമ്പനി വന്നതിന് ശേഷം ഇവിടെ വല്ല വ്യത്യാസങ്ങളോ വികസനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും. തീർച്ചയായിട്ടും ഈ ഗ്രാമപ്രദേശം വളരെയധികം പുരോഗതി പ്രാപിച്ചത് ഈ സ്ഥാപനം വന്നതിന് ശേഷം അതെടുത്തു പറയാൻ തന്നെ സാധിക്കും. കാരണം നമ്മുടെ ഒരു ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രി തന്നെ അവിടെ അത് വെറുതെ നിർജീവമായിട്ട് തന്നെ കിടന്നിരുന്ന സ്ഥാപനം ഇപ്പോൾ അതിന് കിടന്ന് ചികിത്സിക്കാവുന്ന രീതിയിൽ വരെയുള്ള സംവിധാനങ്ങൾ അവിടെ വന്നത് തന്നെ കമ്പനിയുടെ സഹായത്തോടെയാണ്. അത്ര വിപുലമായ രീതിയിൽ അവിടെ സൗകര്യങ്ങൾ വന്നു, ചികിത്സാ സൗകര്യങ്ങൾ വന്നു, ഡോക്ടറും സ്ഥിരമായിട്ട് വന്നു, രോഗികളെ കിടത്തി ചികിത്സിക്കാവുന്ന സൗകര്യങ്ങളായി. അങ്ങനെയുള്ള പുരോഗതി അവിടെ ആ ആശുപത്രിയെ സംബന്ധിച്ച് നമ്മുടെ കമ്പനികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നമ്മുടെ പനമ്പള്ളി വായനശാല ഇതുപോലെ തന്നെ ഒരു ചെറിയ കെട്ടിടമായിട്ട് കിടന്ന സ്ഥലമാണ്. ഇപ്പോ ഇരുനിലയിൽ അവിടെ വലിയൊരു ഹാളിന്റെ പ്രതീതിയിൽ ഒരു കോൺഫറൻസ് കൂടാവുന്ന സൗകര്യത്തോടു കൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വായനശാല അവിടെ ഇപ്പോൾ രൂപം കൊണ്ടത് നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക സഹായം കൊണ്ടും സഹകരണം കൊണ്ടും മാത്രം. അതുപോലെ തന്നെ വീണ്ടും അവിടെ നമ്മുടെ ഒരു കൃഷിഭവൻ പുതിയതായിട്ട് അവിടെ വരാൻ സാധിച്ചത് കമ്പനിയുടെ സഹായം കൊണ്ട് കെട്ടിടം നിർമ്മിച്ചു കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഒരു കൃഷിഭവൻ അവിടെ അടുത്ത് തന്നെ സ്ഥാപിതമായി. അതുപോലെ പഞ്ചായത്തിനും വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ പഞ്ചായത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾക്ക് പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കും പോകണമെങ്കിൽ കാൽനട യാത്രയായിരുന്നു കൊണ്ട്. അന്ന് വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇടുങ്ങിയ വഴി കൂടെ കാട് പിടിച്ച സ്ഥലത്തിൽ കൂടെയാണ് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് പകൽ പോലും പോകാൻ പേടിച്ചിരുന്ന വഴിയായിരുന്നു. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് ഓഫീസ് കാര്യങ്ങൾക്ക് പോകുന്നത്. പിന്നീട് അത് സൈക്കിളിന്റെ ഉപയോഗത്തിലായി. കാലാന്തരത്തില് സൈക്കിളിന്റെ ഉപയോഗമായി. പിന്നെ പുരോഗമിച്ച് വീണ്ടും ടാറിംഗ് റോഡ് വന്നതിന് ശേഷമാണ് വാഹനങ്ങൾ അതിൽ പോയി തുടങ്ങിയത്. ഒരു ബൈക്കായാലും 4 വീലറായാലും ബസിന്റെ സൗകര്യങ്ങളായാലും വന്നത് നമ്മുടെ കമ്പനിയുടെ സഹായത്തോടെ ടാറിംഗ് റോഡ് വന്നതിന് ശേഷം അതിൽ കമ്പനി വളരെയധികം താല്പര്യം കാണിച്ചാണ് ആ റോഡ് നമ്മുടെ കൊരട്ടിന്ന് തുടങ്ങി കാടിയത്ത് വരെ ടാറിങ് വരുത്താൻ സാധിച്ചത്. പിന്നെ പറയണെങ്കിൽ നമ്മുടെ അവിടെ തന്നെ നമ്മുടെ ഈ ഗ്രാമപ്രദേശം തന്നെ വികസിച്ചെന്ന് പറയുന്നത് നമ്മൾ വാർക്കപ്പര ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്ന സാഹചര്യമല്ല. അവിടെ ഒരു വ്യവസായം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും ജീവിത നിലവാരം മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പുരോഗതിയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാർക്ക വീടുകൾ സ്ഥാപിതമായിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് എന്റെ കാഴ്ചപ്പാടിലൂടെ ഉണ്ടായിരുന്ന വികസനങ്ങൾ. നമുക്ക് ഒരു 30 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രാമം ശരിക്കും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കൃഷിയായിരിക്കും കൂടുതലായിട്ടെന്നാണ് അറിവ്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായിട്ട് നിൽക്കുമ്പോൾ ചുറ്റുവട്ടത്ത് ഇപ്പൊ 90-95% പ്ലാന്റിൽ വർക്ക് ചെയ്യുന്നത് പരിസരവാസികളാണ്. അതുകൊണ്ടാണ് കൂടുതലും. അപ്പൊ അന്ന് ഈ ഒരു വ്യവസായം വരുമ്പോ ആ ഒരു തൊഴിലാളി ഈ ഒരു കാർഷിക രംഗത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം എന്തായിരുന്നു? അന്നത്തെ സാഹചര്യത്തില് ജോലിയോട് ആർക്കും അത്ര താല്പര്യം ഉണ്ടായിരുന്ന സാഹചര്യമല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരു അവഗണന ഉണ്ടായിരുന്നു സ്ഥാപനത്തോട്. കാരണം ഒരു പെട്ടെന്നൊരു കെമിക്കൽ പ്ലാന്റ് വരണമെന്ന് അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന്റെ ഒരു തിക്തഫലങ്ങൾ അവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇല്ല അവിടെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർക്ക് അത് സ്ഥാപനത്തോട് ഒരു
ഉദ്ദേശം പോലെയുള്ള അതേ കാലഘട്ടം കാര്യങ്ങളിൽ പൊതുവെ അങ്ങനെ തോന്നിയില്ലെന്ന് വെച്ചാൽ ജോലിയോട് താല്പര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള വാസ്തവം. അവിടെ ജോലിക്ക് കയറാനുള്ള താല്പര്യം ആൾക്ക് അങ്ങനെ അതേ കാലഘട്ടം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ആ ഒരു മാറാനുള്ള സാഹചര്യത്തിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നീടാണ് ജോലിക്ക് വേണമെന്നുള്ള താല്പര്യം വന്നു തുടങ്ങിയത്. ഞാൻ തന്നെ പറഞ്ഞാൽ അന്ന് 150 രൂപയാണ് ശമ്പളം അറിഞ്ഞത് അവിടെ കയറിയ സമയത്ത്. ഇപ്പോ അതിന്റെ മറുവശം പറയുകയാണെങ്കിൽ 26,000 രൂപ ശമ്പളം മേടിച്ചിട്ടുണ്ട്.